നീതി ആയോഗ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ തീരുമാനത്തിന് വിരുദ്ധമായാണ് മമതാ ബാനർജി പ്രധാനമന്ത്രി അധ്യക്ഷനായ യോഗത്തിനെത്തിയത്. താൻ വിമർശനം ഉന്നയിച്ച് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫാക്കിയതായി മമതാ ബാനർജി ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ മുന്നണി എതിർപ്പ് വകവയ്ക്കാതെയാണ് മമതാ ബാനർജി നീതി ആയോഗ് യോഗത്തിനെത്തിയത്. പ്രതിപക്ഷത്തു നിന്നും പങ്കെടുക്കുന്ന ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പരിഗണന പ്രതീക്ഷിച്ചായിരുന്നു മമതയുടെ സാന്നിധ്യം. പക്ഷേ അതുണ്ടായില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ തന്റെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടതായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മമതാ ബാനർജി ആരോപിച്ചു. On behalf of opposition, only I am there, and you stop my mic. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. കോൺഗ്രസ്, CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള വികസിത ഭാരതം 2024 രേഖയാണ് ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷമായ 2047-ൽ $30 ട്രില്യൺ വികസിത സമ്പദ് വ്യവസ്ഥയാക്കുന്നതിന് ഭാരതത്തെ സഹായിക്കാനുള്ള ദർശനരേഖയും യോഗം തയ്യാറാക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.